ഹലോ മക്കളെ, അപ്പോൾ കീം എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കീം എക്സാമുമായി ബന്ധപ്പെട്ട് കുറേ മക്കൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ്. പ്രധാനമായിട്ടും പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സർ ഇതിൽ പറയാൻ വേണ്ടി പോകുന്ന കാര്യം? ഒന്നാമത്തെ കാര്യം, സർ ഇത്തവണ ഓൺലൈനായിട്ടാണല്ലോ കീം എക്സാം നടക്കുന്നത് അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യമാണോ ഉള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ ഉള്ളത്? മക്കൾ മനസ്സിലാക്കുക, ഇതിൽ തുല്യ പ്രാധാന്യം അല്ല ഉള്ളത് ഓരോ സബ്ജക്റ്റും. മക്കൾക്ക് ആൾറെഡി അറിയുന്ന കാര്യം തന്നെയായിരിക്കും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 75, 45, 30 എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. എക്സ്പെഷ്യലി മാത്സിന് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് 150 ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ വരുന്നുണ്ടാവും. ആ 150 ക്വസ്റ്റ്യൻസിന് മക്കൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാർമസി പ്രവേശനത്തിൽ ഇതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ മാർക്ക് പരിഗണിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി മാർക്കായിരിക്കും അതിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ടാവുക. പിന്നെ അടുത്ത ചോദ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറേ കേരള കാർഷിക സർവകലാശാലയിലെ ബിടെക് ബയോടെക്നോളജി കോഴ്സിന് വേണ്ടിയിട്ട് +2 മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് അല്ലേ? ബിടെക് ബയോടെക്നോളജി, അതായത് കാർഷിക സർവകലാശാലയിലെ ബിടെക് ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് ബയോടെക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാത്സ് പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മറുപടി. ഈ പ്രോഗ്രാമിന് മക്കൾ വേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ പഠിച്ചിട്ട് അതിൽ നീറ്റ് എക്സാം ജസ്റ്റ് എഴുതിയ ആൾക്കാരായിരിക്കണം, ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരായിരിക്കണം. അത് മാത്രമേ കണ്ടീഷൻ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് പത്രികയിൽ അതിൽ നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് കീമിൻ്റെ കൂടെ അപേക്ഷ കൂടി നിങ്ങൾ നൽകണം എന്നുള്ളത് മാത്രമേ കേട്ടോ. കീമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു അപേക്ഷ കൂടി എൻ്റെ കൂട്ടത്തിൽ നൽകണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത കേസ്, സാറേ OBC സംവരണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംവരണം കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ്. മക്കൾ ആദ്യം മനസ്സിലാക്കുക, സംവരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സാധാരണ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ടും ഫീസ് ആനുകൂല്യങ്ങൾ കിട്ടാനൊക്കെ മറ്റൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ സംവരണം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? NCL സർട്ടിഫിക്കറ്റ് ആണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, NCL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം NCL എവിടുന്ന കിട്ടുക കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് അപേക്ഷയോടൊപ്പം NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ അപേക്ഷിക്കുന്നതിൻ്റെ ഒപ്പം അപേക്ഷയുടെ കൂടെ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഉള്ള മറുപടി. കാര്യം നമുക്ക് ആ സംവരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ SEBC ആവാം, ചിലപ്പോൾ OEC ഒക്കെ ആയിരിക്കും. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഏതാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ പഠനാവശ്യങ്ങൾക്കുള്ള NCL സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ ഹാജരാക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് മക്കൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്, അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 24 വരെയാണ് അതിൻ്റെ സമയം വരുന്നത്. ഏപ്രിൽ 24 5 മണി വരെയാണ് അതിൻ്റെ സമയങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കുറച്ച് ഡൗട്ട്സുള്ള കൺഫ്യൂഷൻസിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്ക് അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ?